വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായുണ്ടായ വാക്പോരിൽ മാപ്പു പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ശാശ്വത സമാധാനത്തിനായി ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് സെലൻസ്കി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. യുക്രൈനുമായുള്ള സൈനിക സഹായം മരവിപ്പിച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ മാപ്പു പറച്ചിൽ. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഉടൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യും. യുക്രൈനേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്ന ആരുമില്ല എന്ന മുഖവരയോടെയാണ് പോസ്റ്റ് തുടങ്ങുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കാൻ തയ്യാറാണ്. തടവുകാരുടെ മോചനവും ആകാശയുദ്ധവും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായിരിക്കും ആദ്യഘട്ടം. യുഎസുമായി സഹകരിച്ച് ഉടൻ അന്തിമഘട്ടത്തിലെത്താനാകുമെന്നും സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം മിസൈൽ, ദീർഘദൂര ഡ്രോണുകൾ, ബോംബ് എന്നിവയുടെ നിരോധനവും കടൽമാർഗമുള്ള ആക്രമണങ്ങളും റഷ്യ അവസാനിപ്പിച്ചാൽ യുക്രൈനും അതുപോലെ ചെയ്യും. പിന്നീട് വളരെ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുകയും യുഎസുമായി സഹകരിച്ച് ശക്തമായ അന്തിമ കരാറിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. യുക്രൈന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്താൻ അമേരിക്ക എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാകുന്നു. ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ജാവലിൻ മിസൈലുകൾ തന്നത് യുക്രൈനിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഓർമ്മയിലുണ്ടെന്നും അതിനെല്ലാം നന്ദിയുള്ളവരാണെന്നും സെലൻസ്കി പറഞ്ഞു. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല. അങ്ങനെ സംഭവിച്ചതിൽ ഖേദമുണ്ട്. അതേസമയം അമേരിക്കയുമായി ധാതു ഇടപാടിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാൻ സന്നദ്ധമാണെന്നും യുക്രൈൻ വ്യക്തമാക്കി. കൂടുതൽ സുരക്ഷയിലേക്കും ശക്തമായ സുരക്ഷ ഉറപ്പാക്കുന്നതിലേക്കുമുള്ള ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഈ കരാറിനെ കാണുന്നത്. അത് ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി എക്സിൽ കുറിച്ചു. മാപ്പ് പറയേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു സെലൻസ്കിയുടെ നേരത്തെയുള്ള നിലപാട്. ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ സെലൻസ്കി മാപ്പ് പറയണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു അദ്ദേഹം മാപ്പ് പറഞ്ഞത്.